നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇ.ഡി. പൊട്ടിച്ച വെടി അത് കൊള്ളേണ്ടിടത്ത് തന്നെ കൊണ്ടിട്ടുണ്ടെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളടക്കം മുഴുവൻ പേരും പിണറായി വിജയന്റെയും മകളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പിറകെ നടക്കുമ്പോൾ അതിനുള്ളിൽ നടന്ന മറ്റു ചില അന്തർനാടകങ്ങളാണ് സൂചിപ്പിക്കുന്നതെന്ന് ചിലരെങ്കിലും സംശയിക്കുന്നു. CMR കമ്പനിയുടെ ലേബലിൽ കോടതിയിലെ പരാതി തള്ളിയ സമയത്ത് തിടുക്കം പിടിച്ച് മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കൊച്ചുവെളുപ്പാങ്കാലത്ത് ഇടിച്ചു കയറിയത് മറ്റു ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണെന്നാണ് ചില തൽപര കക്ഷികളെങ്കിലും വിശ്വസിച്ചിരിക്കുന്നത്. കോൺഗ്രസ് മന്ത്രിസഭയാണ് കേരളം ഭരിക്കുന്നതെങ്കിലും കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളും ഒരുപോലെ ആഗ്രഹിക്കാത്ത ഒരാളാണ് അതിൽ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റിരിക്കുന്നത്. മുൻപൊരിക്കൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ വീണ വിജയൻ കരിമണൽ കമ്പനിയുമായി എന്തെങ്കിലും കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലമായി കിട്ടിയ പണത്തിന് ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ട്. വീണ വിജയന്റെ കമ്പനി മണൽ കമ്പനിക്ക് സേവനം നൽകിയിട്ടില്ലെങ്കിൽ അതിന് പരാതി ഉണ്ടാകേണ്ടതും മണൽ കമ്പനിക്ക് മാത്രമാണ്. മാത്രമല്ല, വീണ വിജയന്റെ കമ്പനി കരിമണൽ കമ്പനിക്ക് മെച്ചപ്പെട്ട സേവനം നൽകിയതുകൊണ്ടാണ് ഇടയ്ക്കിടെ മെയിൻ്റനൻസിന്റെ ആവശ്യമില്ലാതെ വന്നതെന്ന വ്യാഖ്യാനവും കാണാതെ പോകരുത്. ഒരു മെയിൻ്റനൻസ് ആവശ്യം വന്നാൽ മാത്രം ചെയ്യുന്നതിന് നൽകുന്ന വാർഷിക കോൺട്രാക്ട് മാത്രമായിരുന്നു എക്സാലോജിക്കിനുള്ളത്. മാത്രമല്ല, പിണറായി വിജയൻ ഈ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല. ആ നിലയ്ക്ക് ED ഉപയോഗിച്ച് ഇപ്പോൾ പിണറായി വിജയനെയോ മകളെയോ വിരട്ടേണ്ട യാതൊരു കാര്യവും BJP സർക്കാരിനില്ല. അങ്ങനെ വരുമ്പോൾ കരിമണൽ കമ്പനിയുടെ ലിസ്റ്റിൽ പേരുള്ള കോൺഗ്രസ്സുകാരായി ചിലരെ ഉന്നം നോക്കി വെച്ച വെടിയല്ലേ ഇതെന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. വിമർശകർ അതിന് രണ്ട് രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് നൽകുന്നത്. ഒന്ന്, VD സതീശനെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി കൂടെയുള്ള ചിലരെ ഒന്ന് വിരട്ടുക. അല്ലെങ്കിൽ രണ്ടാമത് പറയുന്നത്, VD സതീശനെതിരെ നിൽക്കുന്ന ചിലരെ കൂടെ പിടിച്ചു നിർത്തി അധികം താമസിയാതെ സതീശൻ മന്ത്രിസഭയെ ചവിട്ടി താഴെയിട്ട് തങ്ങൾക്ക് വേണ്ട രീതിയിൽ 2029 തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കാനുള്ള BJPയുടെ ഒരു തന്ത്രം. ഇതിലേതാണ് സംഭവിച്ചതെന്ന് കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ. ഏതായാലും പിണറായി വിജയനെ ആക്രമിച്ചതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല. മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ആക്ഷേപിച്ച് പറയുന്ന ലാവ്ലിൻ കേസിന്റെ കാര്യത്തിലാണെങ്കിൽ CBIയുടെ മാത്രം ആവശ്യമാണ് കേസ് നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത്. ആ വിഷയത്തിൽ പ്രാഥമിക കോടതിയുടെ കൃത്യമായ ഉത്തരവും അതിനു പുറത്ത് ഹൈക്കോടതിയുടെ നിരീക്ഷണമടക്കമുള്ള ഉത്തരവും പ്രാഥമിക കോടതിയുടെ വിധിയെ അംഗീകരിച്ചു ഉള്ള ഉത്തരവും എല്ലാം ഉണ്ട്. അതിൽ CBIയെ ഒരു കേസ് ഏൽപ്പിക്കുമ്പോൾ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്തതിന്റെ ഭാഗമായി പിണറായി വിജയനെതിരെ ദുർബലമായ വകുപ്പുകൾ ചേർത്ത് പ്രതിയാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ കേസിൽ പിണറായി വിജയന്റെ പേരിൽ യാതൊരു രീതിയിലുമുള്ള ഒരു തെളിവുമില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പോത്തിനെ ചാരി എരുമയെ തല്ലുക എന്ന തന്ത്രമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും BJPയും ഉപയോഗിച്ചിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ ആരെയാണ് ഉന്നം വച്ചിരിക്കുന്നതെന്ന് വരുന്ന ആളുകളിൽ അറിയാം. CID ഉണ്ണികൃഷ്ണൻ BABL എന്നൊരു സിനിമയുണ്ട്. അതിൽ CID ആകാൻ പോകുന്ന ഉണ്ണികൃഷ്ണൻ എന്ന ജയറാമിന് തോക്ക് ഉപയോഗിക്കുന്നതിന് പരിശീലനം നൽകാൻ മുൻ സൈനികൻ എന്ന് പറഞ്ഞു നടക്കുന്ന ജനാർദ്ദനൻ വരുന്ന ഒരു രംഗമുണ്ട്. ജനാർദ്ദനൻ ഇടത്തോട്ട് വെച്ച വെടി വലത്തുനിന്ന് നിന്ന പശുവിനാണ് കൊണ്ടത്. അതിന് ജനാർദ്ദനൻ പറഞ്ഞ ന്യായമാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ന്യായം. കാറ്റിന്റെ ഗതി മാറിപ്പോയത് കൊണ്ടാണ് ഇടത്തോട്ട് പോയ ഉണ്ട വലത്തേക്ക് പോയി കൊണ്ടത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ BJP നേതൃത്വം ഇപ്പോൾ വെച്ച വെടി കാറ്റിന്റെ ദിശയനുസരിച്ച് വടക്കാണോ തെക്കാണോ കൊള്ളുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. BJPയുടെ കണക്കൂട്ടലുകൾ എവിടെയാണ് ചെന്ന് കൊള്ളുന്നതെന്ന് കൊണ്ടറിയുമ്പോഴേ അറിയാൻ സാധിക്കൂ.